പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. കാരണം ഈ ദൃശ്യത്തിൽ കാണുന്നത് ഇവൻ വലിയ രീതിയിൽ ഇങ്ങനെ അഭിനയിച്ചിങ്ങനെ നടക്കുന്നുണ്ടോ. ഇവൻ ഒരു ബംഗാളിയാണ്. ഇവൻ ചെയ്ത ഒരു കുറ്റം എന്ന് പറഞ്ഞാൽ അവിടെ ബസ് കയറാൻ നിന്ന പാരിപ്പള്ളിയിൽ ബസ് കയറാൻ നിന്ന ഒരു സ്ത്രീയുടെ മൊബൈൽ ഫോൺ മോഷ്ടിച്ച് ഇവൻ ഓടുകയായിരുന്നു. അപ്പോൾ തടസ്സം പിടിക്കാൻ ചെന്ന ഓട്ടോക്കാരെയൊക്കെ ഇവൻ ബ്ലേഡ് വെച്ച് അവരെയൊക്കെ ദേഹത്തൊക്കെ വരഞ്ഞു കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇവൻ ഒരു ഓട്ടോയ്ക്കകത്ത് കയറിയിരിക്കുകയും പിന്നീട് ഇവനെ പോലീസ് പിടിക്കാൻ വന്നപ്പോൾ ഇവൻ ചെയ്തത് ബ്ലേഡ് വെച്ച് സ്വന്തമായിട്ട് ദേഹത്തൊക്കെ മുറിവുകളുണ്ടാക്കി. അങ്ങനെ ഒരുത്തനെയാണ് പണ്ട് ജിഷ വധം ഉണ്ടായതിനു ശേഷം ഒരുപാട് പേര് ഇങ്ങനെ പെരുമ്പാവൂരിൽ പിടിച്ചായിരുന്നു. പിന്നെ അത് ആ ചൂടാറിയ പിന്നെ ആൾക്കാർ പിന്നെയും വരാൻ തുടങ്ങി. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പെരുമ്പാവൂർ ഇപ്പോൾ സൂരജ് പാലക്കാരൻ്റെ ഒരു വീഡിയോ എല്ലാവരും കണ്ടു കാണും. അത് നമ്മുടെ പെരുമ്പാവൂർ തന്നെയാണോ എന്ന് പോലും പറയാൻ പറ്റില്ല. ഓൾറെഡി അത് ഒരു ഹിന്ദി ദേശം, ഒരു ബോംബെ അല്ലെങ്കിൽ ബംഗാൾ തന്നെയായി. പഞ്ചാബ് പെണ്ണ് ഡാൻസ് കുമാരവിടെ നിന്ന് തുപ്പിട്ട് കണ്ടറയ്ക്കും. അപ്പം അങ്ങനെയുള്ള ഇത്ര ആളുകളെ, ഇത്ര ക്രിമിനൽസിനെ എങ്ങാനും ഈ ഒരു ഭായിമാരെയൊക്കെ ആണെങ്കിൽ ക്രിമിനൽ മൈൻഡുള്ള വ്യക്തികളുടെ പല രേഖകളില്ല. തിരിച്ച് ഇവർ കുറ്റകൃത്യം ചെയ്ത് കഴിയുമ്പോൾ പിടിക്കപ്പെടാനുള്ള രേഖകളോ മതിയായ രേഖകളോ ഒന്നുമില്ല. അത് അമറുൽ ഇസ്ലാമിനെ പിടിക്കാൻ ഭയങ്കര പാടായി ബുദ്ധിമുട്ടായി വന്നത്. ഈ രേഖകൾ മതിയായ രേഖകളില്ല. പിന്നെ ഒരു കുറ്റകൃത്യം ഇവർ മുമ്പേ വേറെ ഇങ്ങനെ കുറേ എണ്ണം വന്നു. ഇവരുടെ നാട്ടിൽ എങ്ങനെയൊക്കെയാണ് ഇവർ ഏതൊക്കെ ശീലമുള്ള ശരിക്കും അന്വേഷിക്കില്ല. പിന്നെ ഇത്ര കഞ്ചാവ് ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ഇതുപോലുള്ള കുറ്റകൃത്യങ്ങളിൽ പെടുന്ന യുവമാരെയൊക്കെ വീണ്ടും പണിക്കെടുക്കാതെ യുവമാരെ വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വിടാനുള്ള സംവിധാനം ഉണ്ടായാൽ ഈ ക്രിമിനലിന് പിന്നെ നാളെ ഇറങ്ങിയിട്ട് വേറെ ദേശത്ത് പോയിട്ട് ജോലി ചെയ്താന്ന് പറഞ്ഞിട്ട് മൊബൈൽ തട്ടിപ്പറിക്കാനോ വെല്ലടിക്കാനോ പെണ്ണുങ്ങളെ പീഡിപ്പിക്കാനോ ഇവരുള്ളമാർ സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും ഇവന്മാരെ ഈ പിടിച്ച തന്നെ ക്രിമിനൽ മൈൻഡ് രേഖകൾ കറക്റ്റായിട്ട് വെക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും പിടിക്കപ്പെടുവാണെങ്കിൽ ആ ശിക്ഷ കഴിഞ്ഞ ഇവന്മാരെ ഈ നാട്ടിലേക്ക് ആരും ഒത്തിക്കരുത്, പറഞ്ഞു വിട്ടേക്കാം.